നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് വീടിന്റെ റൂഫിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ആസ്ബറ്റോസ്. ഈ ആസ്ബറ്റോസ് കാരണം ഒരു വർഷം ലോകത്താകമാനം 2.5 ലക്ഷം പേരോളം മരിക്കുന്നുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ആസ്ബറ്റോസ് ഷീറ്റിന്റെ ഉള്ളിൽ ആസ്ബറ്റോസ് വന്നിട്ട് ചെറിയ ഫൈബർ രൂപത്തിലാണ് ഉള്ളത്. ഇതിന്റെ വലിപ്പം തീരെ കുറവാണ്, അതായത് നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ ആസ്ബറ്റോസ് ഷീറ്റ് കട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒടിക്കുമ്പോഴും ഒക്കെ ഇതിന്റെ ഉള്ളിലുള്ള ആസ്ബറ്റോസിന്റെ ചെറിയ പാർട്ടിക്കിൾസ് എയറുമായിട്ട് മിക്സ് ആവും. ഈ മിക്സ് ആകുന്ന പാർട്ടിക്കിൾസ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന ആസ്ബറ്റോസിന്റെ ഫൈബേഴ്സ് ലങ്സിന്റെ ഉള്ളിൽ തറച്ചിരിക്കും. ഇങ്ങനെ ലങ്സിന്റെ ഉള്ളിൽ പോകുന്ന ആസ്ബറ്റോസ് ഫൈബേഴ്സ് പിന്നീട് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ആസ്ബറ്റോസ് ഫൈബേഴ്സ് വർഷങ്ങളോളം നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവസാനം നമ്മുടെ ലങ്സ് ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തും. ഈ ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബേഴ്സ് കുത്തിയിരുന്നിട്ട് നമ്മുടെ ലങ്സിന് ഇഞ്ചുറി ഉണ്ടാവുകയും ഈ ലങ്സ് പിന്നീട് നല്ല രീതിയിൽ സ്റ്റിഫ് ആവുകയും ചെയ്യും. ഇങ്ങനെ കട്ടി കൂടുന്ന ലങ്സിന് പിന്നീട് വികസിക്കാനും ചുരുങ്ങാനുള്ള കപ്പാസിറ്റി